തനിമലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഐശ്വര്യ ആർ നായരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ടിക്ടോക്ക് വീഡിയോകൾ ചെയ്തുകൊണ്ടാണ് ഐശ്വര്യ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ടിക്ടോക്കിന് ഇന്ത്യയിൽ ബാൻ വന്നതോടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബുമായി സജീവമാവുകയായിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഐശ്വര്യ വിവാഹശേഷം ഭർത്താവിനൊപ്പം ആംസ്റ്റർഡാമിൽ സെറ്റിൽഡാണ്. അടുത്തിടെയാണ് ഇരുവർക്കും മകൻ പിറന്നത്. യുവാൻ വിഷ്ണു എന്നാണ് ഇരുവരും കുഞ്ഞിന് നൽകിയ പേര്. മകന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഐശ്വര്യ പങ്കിടാറുണ്ട്. മകൻ ഐശ്വര്യയുടെ വ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ ശേഷം സ്ഥിരമായി വീഡിയോകൾക്ക് ലഭിക്കാറുള്ള ഒരു കമന്റിന് മറുപടി നൽകുകയാണിപ്പോൾ ഐശ്വര്യ. മകന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതാണ് സ്ഥിരമായി കമന്റിൽ വരാറുള്ള ആ ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഐശ്വര്യ ഇപ്പോൾ നൽകിയത്. നിരന്തരമായി വരാറുള്ള കമന്റ്സാണ് എന്റെ മകൻ യുവിയുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കണ്ണെപ്പോഴും മിഴിച്ചാണല്ലോ ഇരിക്കുന്നത് എന്നത്. യുവിയുടെ കണ്ണിന് ഒരു പ്രശ്നവുമില്ല. അവന്റെ എല്ലാ അവയവങ്ങൾക്കും വേണ്ട പരിശോധന കൊടുത്തിരുന്നു. കൃത്യമായ റൊട്ടീൻ ചെക്കപ്പുകൾ നടത്താറുണ്ട്. അതിലൊന്നും ഇന്നേവരെ അവന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി കണ്ടിട്ടില്ല. പക്ഷെ അവന് അത്ഭുതം കുറച്ച് കൂടുതലാണ്. പൊതുവെ കുട്ടികൾക്കെല്ലാം അത്ഭുതം കൂടുതലായിരിക്കുമല്ലോ. മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ യുവിക്ക് അതൊരു 30% കൂടി കൂടുതലാണെന്ന് തോന്നുന്നു. എന്ത് കണ്ടാലും വളരെ അത്ഭുതത്തോടെ അവൻ ഞെട്ടിത്തെറിച്ചു നോക്കുന്നത് കാണാറുണ്ട്. ഒബ്സർവേഷനും ഭയങ്കര കൂടുതലാണ്. നാട്ടിൽ പോയ സമയത്തും എല്ലാവരും പറയുകയുണ്ടായി, ചുറ്റം നോക്കി നല്ലോണം മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അവൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂവെന്നത്. അതുകൊണ്ടുതന്നെ എന്ത് ചെറിയ കാര്യം കണ്ടുകഴിഞ്ഞാലും ഭയങ്കരമായി ഞെട്ടിയവൻ നോക്കുന്നത് കാണാം. അതുപോലെ മോന് വിഷ്ണുവിന്റെ അതേ കണ്ണാണ്. കുറച്ച് വലിയ ഉണ്ട കണ്ണാണ്. വിഷ്ണുവിന്റെ മുഖം കുറച്ചു വലുതായ കാരണം ആ ഉണ്ട കണ്ണ് മനസ്സിലാകാത്തതാണ്. അതേ കണ്ണ് തന്നെയാണ് മോനും. അതിൽ അത്ഭുതം കൂടി പ്രകടമാകുമ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് സംഗതി. അല്ലാതെ ദൈവം സഹായിച്ച് അവന് ഇതേവരെ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഐശ്വര്യ പറഞ്ഞത്. ഐശ്വര്യയുടെ മറുപടിയെ പ്രശംസിച്ചാണ് കമന്റുകൾ ഏറെയും പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികൾ അങ്ങനെയാണ്, തുറിച്ചുനോക്കും. യുവിക്കുട്ടന് ഒരു കുഴപ്പവുമില്ല. കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളും പറഞ്ഞാൽ മീഡിയയിൽ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പലരും പലതും ചോദിക്കും. നിങ്ങൾക്കും എന്തേലും തോന്നിയാൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ബോധിപ്പിക്കാൻ നിൽക്കാതിരിക്കൂ. കുഞ്ഞുങ്ങൾക്ക് ബ്ലിങ്കിംഗ് കുറവായിരിക്കും, അതുകൊണ്ടുകൂടിയാണ് കണ്ണ് മിഴിച്ചിരിക്കുന്നതായി തോന്നുന്നതെന്നും കമന്റുകളുണ്ട്. ഐശ്വര്യയുടെ ഗർഭകാലവും പ്രസവവുമെല്ലാം ആംസ്റ്റർഡാമിൽ തന്നെയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയാണ് ഐശ്വര്യ. സ്കൂൾ കാലം മുതൽ കലയിൽ താൽപര്യമുള്ളയാളായിരുന്നു ഐശ്വര്യ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിന്റെ പേരിൽ വിവാഹ ആലോചനകൾ വരെ മുടങ്ങിയ കഥയും ഐശ്വര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്.